അപ്പോൾ രാവിലെ തന്നെ വർക്കുണ്ട്. അപ്പോൾ 1 സെറ്റ് പുഷപ്സ് ഇവിടെ ചെയ്തിട്ട് പോകാമെന്ന് കരുതി. ഇന്ന് ഡേ 3 ആണ്. അപ്പോൾ പഴയ വർക്കൗട്ട് ചെയ്തതിൻ്റെ ബോഡി പെയിൻ ഉണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ പ്രോപ്പർ സ്ട്രെച്ചിങ് ആയാലും റെസ്റ്റ് എല്ലാം എടുക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി 2-3 ഡേയ്സ് പെയിൻ ഉണ്ടാവും. പിന്നെ അത് പിന്നെ റെഡി ആയിക്കോളും. അപ്പം നമ്മൾ പുഷപ്സൊക്കെ 50 ആണ്. എന്ന് വെച്ചാൽ 1 സെറ്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്. 100ൻ്റെ 5 സെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 100 ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 50-50 ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പതുക്കെ നമ്മൾ 100 ഡേയ്സ് ആകുമ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് നോക്കിയറിയാം. ഇപ്പോൾ 1 സെറ്റ് നമ്മളിപ്പോൾ 50-50 ചെയ്യുന്നത്. പിന്നീട് 1 സെറ്റിൽ 50ക്ക് മേലെ എത്ര പോകുമെന്ന് നോക്കാം. അപ്പോൾ രാവിലെ PT കഴിഞ്ഞ് വന്ന് അവിടെ ചെയ്യാൻ സൗകര്യമില്ലായിരുന്നു. നമ്മുടെ സെക്കൻഡ് സെറ്റ് പുഷപ്സ് ചെയ്യാം. കുറേ കൂട്ടുകാർ പേഴ്സണലി മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്, സനി ബ്രോ ഞങ്ങൾ ഇതിൽ ചലഞ്ചിൽ ജോയിൻ ചെയ്തിട്ടെ, ഞങ്ങളും വരട്ടെ. അപ്പോൾ ഇവരെല്ലാവരും നമുക്ക് ലാസ്റ്റ് എല്ലാവരുടെയും കൂടി ഒരു വീഡിയോ, നമ്മുടെ റിസൾട്ട് വീഡിയോ നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ച് പോസ്റ്റ് ചെയ്യാം. അപ്പം എല്ലാവരും കീപ് വർക്ക്, എല്ലാവരും നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. പ്രോപ്പർ റെസ്റ്റ് എടുക്കണം, അതാണ് മെയിൻ. റെസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് അടുത്ത ദിവസം ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഓരോ ഇഞ്ചുറികളുണ്ടാവും, ആങ്കിൾസ്, ലിഗമെൻറ്റ്സ് എല്ലാം, ജോയിൻസ് എല്ലാം പെയിൻ കാര്യങ്ങൾ. ചായ കുറച്ച് തിരക്കായിപ്പോയി. ഇപ്പോൾ 6 മണിയായി. ഇനിയൊരു 300 പുഷപ്സും 1000 പഞ്ചസും 100 പുള്ളപ്സും ചെയ്യാനുണ്ട്. രാവിലെ 200 പുഷപ്പ് മാത്രമേ ചെയ്തുള്ളൂ. അപ്പോൾ ടൈമില്ല. ഇപ്പോൾ 6 മണിയായി. പെട്ടെന്ന് തീർക്കണം. അത് അതിൻ്റെ ഇടയിൽ PT ഉണ്ട്. വർക്കിൻ്റെ ഇടയിൽ തന്നെ ചെയ്യണം. പുഷപ്സ് 3rd സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും അത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് ഉണ്ട്. എല്ലാം കൂടി ഇത്തിരി പാടാണ്. പക്ഷേ എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ചലഞ്ചാണല്ലോ. ചലഞ്ച് നമ്മൾ എന്തായാലും ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ കഷ്ടപ്പെടണം. ഇത് തന്നെ 3rd സെറ്റിൻ്റെ 50ൽ നമ്മൾ ബ്രേക്ക് എടുത്ത് വീണ്ടും ബാക്കി 50 കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഫുള്ള് 3rd സെറ്റ് കഴിഞ്ഞു. $300 പുഷപ്സ് ഫിനിഷ് ആയിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ഒരു 3 സെറ്റ് പുള്ളപ്സിൽ നമ്മൾ 20 പുള്ളപ്സ് നമ്മൾ 20യുടെ 5 സെറ്റാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് 5th സെറ്റിനകത്ത് നമുക്ക് 19-20 കഷ്ടിച്ചത് പോയില്ല, പ്രോപ്പറായില്ല. അപ്പോൾ അതുകൊണ്ട് കൗണ്ട് ക്ലിയർ ആവാനെന്നല്ല, ഞാൻ എത്രയും വെച്ച് 21 വീതം 5 സെറ്റും കംപ്ലീറ്റ് ചെയ്യണമെന്ന് കരുതിയാണ്. പക്ഷേ ലാസ്റ്റ് സെറ്റിൽ 19 വരെ പോയുള്ളൂ. 19 അല്ല, അത് 20 തന്നെയാണ്. പക്ഷേ അത് പ്രോപ്പർ പുള്ളപ്സിലോട്ട് വന്നില്ല. ഫോർത്ത് സെറ്റ് ലാസ്റ്റ് സെറ്റാണ്. ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ്. ലാസ്റ്റ് 20 ഇത്തിരി പെട്ട് ലാസ്റ്റ് 20 ഇത്തിരി പാടായി. ഇന്ന് കുറച്ച് ടയർഡാണ്. ഫോർത്ത് സെറ്റ്
4th സെറ്റ് പുഷപ്സ് ആയിരുന്നു. 4th സെറ്റ് ലാസ്റ്റൊക്കെ വന്നപ്പോൾ ഇത്തിരി പാടായിരുന്നു. അങ്ങനെ 4th സെറ്റ് കംപ്ലീറ്റ്. സമയം താമസിച്ച്. ഇനി ഒരു 100 പുഷപ്പും 1000 പഞ്ചസുകളും ഉണ്ട്. ഇപ്പോൾ 9 മണിക്ക് ജിമ്മ് ക്ലോസ് ചെയ്യും. 9 മണിയായി. പെട്ടെന്ന് നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുഷപ്സ് ആണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സെറ്റ് പുഷപ്സും കംപ്ലീറ്റ് ചെയ്ത് 500 കംപ്ലീറ്റ്. ഇതിൽ പാടാണ്, നമുക്ക് ബാഗിലിരിക്കാം. അതിപ്പോ പൊളിഞ്ഞു പോയേ. പഞ്ചസെല്ലാം ഇടിക്കുമ്പോൾ നമ്മൾ 100 കൗണ്ട് പറയുന്നുണ്ട്. 100, 200, 300. വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. പ്രോപ്പർ റെസ്റ്റും പ്രോപ്പർ ഫുഡും എല്ലാം കറക്റ്റായിട്ട് വന്നാലേ മസിൽസിന് റെസ്റ്റ് കൊടുത്താലേ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഞാൻ ഡെയിലി ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ പ്രോപ്പർ സ്ട്രെച്ചിങ്ങും ഫുഡും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. 900 സ്റ്റാർട്ട്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി, കൗണ്ട് ചെയ്തത് തെറ്റിപ്പോയി. 900 ആയിരുന്നു ആക്ച്വലി. മറ്റേ ആൾ പറഞ്ഞ് 900 സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളെന്ന്. അപ്പോൾ അങ്ങനെ 1000 പഞ്ചെന്ന് പറഞ്ഞതിന് പകരം അവർക്ക് 200 പഞ്ച് ഇരിക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മൾ 1000 പഞ്ച് കംപ്ലീറ്റ് ചെയ്തു.
സോറി 900 ലാസ്റ്റ് 100 ലാസ്റ്റ്. ഫിനിഷ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മളെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. എന്തായാലും 100 ഡേയ്സ് ഫിനിഷ് ചെയ്യണം. ഫിനിഷ് ചെയ്യും. നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് ചെറിയ ചുവടുവെപ്പാണ്.